പണി പാളിയല്ലോ. ഒന്ന് ഒതുക്കി വെച്ചാൽ എന്തെങ്കിലും കുഴപ്പം. ഏതായാലും ഫുഡ് കഴിച്ചു വാ. ഒരു മിനിറ്റ്, കോൾ ഗസലാണല്ലോ. ഹലോ അസുഖ പെട്രോൾ തീർന്നു കേട്ടോ. പെട്രോൾ തീർന്നേ? ഇന്നലല്ല 500 രൂപ പെട്രോൾ അടിച്ച്. ഇങ്ങനെയാണ് ഇപ്പം എങ്ങനെ ശരിയാവുക? ഒരു ദിവസം 500 രൂപ പെട്രോളോ? നിങ്ങളൊരു ഇലക്ട്രിക് വാങ്ങിയോളി, അതാണ് നല്ലത്. ആയിക്കോട്ടെ, ഇലക്ട്രിക് ആക്കാൻ നല്ല, അത് നടക്കുള്ളൂ. അങ്ങനെ എന്തായാലും കൂടുതലൊന്നും പിന്നെ ആലോചിക്കാൻ നിന്നില്ല, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അങ്ങ് വാങ്ങിക്കാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഏതർ തന്നെയാണ് കേട്ടോ എടുക്കാൻ തീരുമാനിച്ച്. ഏതറിൻ്റെ നിയറസ്റ്റ് ഷോറൂം കാരന്തൂരാണെന്ന് അറിഞ്ഞ് അങ്ങനെ കോഴിക്കോട് കാരന്തൂരേക്കാണ് കേട്ടോ ഈ ഒരു യാത്ര. അപ്പോൾ നമ്മൾ എപ്പോഴും ബൈക്കിലും കാറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ ഒരു മറ്റൊരു ഫീലാണ്. പഴയകാല ഓർമ്മകൾ, അതുപോലെ തന്നെ ഈ സൈഡിലൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ വല്ലാത്ത ഓർമ്മകളാണ് കേട്ടോ വരുന്നത്. കൂടുതൽ ആളും ബസ്സിൽ യാത്ര ചെയ്യുന്നവർ തന്നെ, പക്ഷേ ബസ്സിൽ യാത്ര ചെയ്യാത്തവരുണ്ടാവും എല്ലായ്പ്പോഴും ബൈക്കിലും കാറിലൊക്കെ ആയിട്ട്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബസ്സിലൊക്കെ ഒന്ന് കയറി യാത്ര ചെയ്തുക. നമ്മൾ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്ന പോലെ ഒരു ഫീലാണ് നമുക്ക് ശരിക്കും. എന്തായാലും നമ്മൾ കാരന്തൂരെത്തി. കാരന്തൂരിൽ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഒരു ലോട്ടറി കട കണ്ടിട്ട് ഒരു ലോട്ടറി ഒക്കെ ഒന്ന് എടുത്ത് നോക്കി. കാരണം എന്തെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടെങ്കിലും ഒന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ ഏതൻ്റെ ഷോറൂം ലക്ഷ്യമാക്കി തന്നെയായിരുന്നു യാത്ര. പിന്നെ ഏതാണ് നമ്മൾ തീരുമാനിക്കാൻ കാരണം നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, ഇലക്ട്രിക് സ്കൂട്ടർ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് റിപ്ലൈ കിട്ടിയത്, പേഴ്സണലായിട്ട് റിപ്ലൈ കിട്ടിയിരുന്നത്. അതൊക്കെ ഏതറാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഏതർ നമ്മൾ എടുക്കാൻ തീരുമാനിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് മോഡൽസ് ഇവിടെ കാണിച്ചു. അപ്പോൾ എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കൊരു ഫസ്റ്റ് ഒരു ഇഷ്ടം തോന്നുമല്ലോ, ആ ഒരു കളറ് ഈ ഒരു വണ്ടി തന്നെ എടുത്ത് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ടോപ്പ് മോഡലാണിത്. ഇത് കൂടാതെ ഇതിൻ്റെ ഒരു ഫാമിലി ടൈപ്പ് ഇറങ്ങിയിട്ട് റിസ്ത അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞിട്ട് കേട്ടോ. അത് കാണാനൊക്കെ ഭംഗിയുണ്ട്. അപ്പോൾ അവരുള്ള അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് പറഞ്ഞപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഇത് തന്നെയാണ് ബെറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് റൂട്ടിൽ ഓടാനാണ് മെയിനായിട്ട്. നമുക്ക് ഈ ഷോപ്പിൽ സെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഏകദേശം ഒരു ദിവസം ഒരു 10-90 കിലോമീറ്ററോളം അങ്ങനെ അറൗണ്ട് വരും. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി നമ്മൾ ഓടിച്ച് നോക്കി, നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. നമ്മളടുത്തൊരു ഇലക്ട്രിക് വേറെ ഉണ്ട്, അത് രജിസ്ട്രേഷൻ വേണ്ടാത്തതാണ്. അത് നമ്മൾ ഒരു നോർമൽ യൂസിനൊക്കെ പറ്റുന്നല്ലാതെ കയറ്റങ്ങളൊന്നും കയറില്ല. അത് നല്ല പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വണ്ടി ഫിക്സ് ചെയ്ത് നമ്മൾ തിരിച്ച് പോരുകയായിരുന്നു കേട്ടോ.